ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ ഇടയിൽ വരുവാനായിട്ട്, ആ ചൈതന്യം എന്നും നിറഞ്ഞു നിൽക്കുവാനുമായിട്ട് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നദിയിലന്നോ പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. നദിയിലന്നോ പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം കർത്താവേ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ഒരല്പസമയം നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിനെ ആസ്പദമാക്കി, കുടുംബജീവിതത്തിൻ്റെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി, കുടുംബജീവിതത്തിലെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ധ്യാനം അല്ലെങ്കിൽ ഈ ഒരു സമയം നാം ചിലവഴിക്കുവാൻ പോകുകയാണ്. എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബമാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുടുംബമാണ്.
ഒരു വ്യക്തി എപ്രകാരം ആയിത്തീരണമെന്നും സമൂഹത്തിൽ അവൻ ആരായിത്തീരണമെന്നുമൊക്കെ നമ്മൾ തിട്ടപ്പെടുത്തുന്നത്, അതൊരടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് ആ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബ ജീവിതമാണ്, അല്ലെങ്കിൽ കുടുംബമാണ്. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യബന്ധം. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ചെറുതായിട്ടെങ്കിലും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലെ മൂല്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇന്ന് പലർക്കും ഒരു കുടുംബമായി ഒരുമിച്ചിരിക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്ന് പല ഭവനങ്ങളും ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. വെറുതെയെങ്കിലും പല ഭവനങ്ങളും ശൂന്യമായി കൊണ്ടിരിക്കുന്നു. പണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ ചലനങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. ഒത്തിരിയേറെ ചലനങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന സമയമാണ് നമ്മുടേതൊക്കെ. എന്നാൽ ഇന്ന് ചലനങ്ങൾ ഒട്ടും തന്നെയില്ല. അതെന്തു തരം ചലനങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, കുടുംബമൊക്കെ ഇങ്ങനെ സ്തംഭിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഒരനക്കമൊക്കെ ഇല്ലാത്ത ഒരു ചുറ്റുപാടായിട്ട്, സാഹചര്യമായിട്ട്, അവസ്ഥയായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കഥ ഇപ്രകാരം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയും നിങ്ങളോട് പങ്കുവയ്ക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച്, അതായത് മനുഷ്യർ തങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ നിന്നും പാപത്തിന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ വശീകരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് അതിനെ ഈ ഒരു ഹിമക്കരടിയോടുകൂടെ ഉപമിക്കുകയാണ്. ഹിമക്കരടിയെ വേട്ടയാടുന്ന ആ ഒരു രീതിയോട് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ഹിമക്കരടിയെ വേട്ടയാടുന്നത്. അതായത് വളരെ മൂർച്ചയേറിയ ഒരു വാള്, അതിൽ സുതാര്യമായ തുണി, ആ തുണിയാകട്ടെ രക്തത്തിൽ മുക്കിക്കൊണ്ട് അത് ഈ ഒരു സുതാര്യമായ ഈ തുണി ഇത്രയേറെ മൂർച്ചയേറിയ വാളിൽ മേലെ പ്രകാരം ചുറ്റിവെക്കും. എന്നിട്ട് ഈ ഹിമക്കരടിയൊക്കെ കൂടുതലായിട്ട് വരാറുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവയ്ക്കും. ഈ ഹിമക്കരടി ഈ രക്തത്തിൻ്റെ മണം തിരിച്ചറിഞ്ഞുകൊണ്ട് പതിയെ പതിയെ ഈ വാളിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ഈ രക്തത്തിനെ നക്കി കുടിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് വരും. അങ്ങനെ വന്നതിന് ശേഷം മണമൊക്കെ ആവോളം ആസ്വദിച്ചതിന് ശേഷം പതിയെ പതിയെ ഇത് നക്കി കുടിക്കുവാനായിട്ട് തുടങ്ങും. പതിയെ പതിയെ നക്കി കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സുതാര്യമായ ഈ തുണി പതിയെ വാളിൽ നിന്ന് പിടിവിട്ട് പ്രകാരം അഴിഞ്ഞു വീഴും. എന്നാൽ ഈ കരടി അറിയുന്നില്ല ഈ തുണി അഴിഞ്ഞു പോയ കാര്യം. ഇത് രക്തത്തിൻ്റെ ആ ഒരു രുചിയിൽ, അതിൻ്റെ ആർത്തിയിൽ വീണ്ടും വീണ്ടും ഇപ്രകാരം അതിൻ്റെ തന്നെ നാവ് കൊണ്ട് വളരെ ശക്തിയായിട്ടിങ്ങനെ വലിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. പതിയെ പതിയെ എന്താണ് സംഭവിക്കുക? ഹിമക്കരടി തൻ്റെ തന്നെ നാവിനെ മുറിച്ചുകൊണ്ട് തൻ്റെ തന്നെ രക്തം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഹിമക്കരടി അവസാന തുള്ളി തൻ്റെ തന്നെ രക്തവും കുടിച്ച് നിലത്ത് പതിക്കുവോളം സംഭവിച്ചു കൊണ്ടിരിക്കും. ഹിമക്കരടി അറിയാതെ തന്നെ തൻ്റെ തന്നെ നാവിനെ മുറിച്ചുകൊണ്ട് തൻ്റെ തന്നെ രക്തത്തിനെ ഊറ്റി കുടിച്ചുകൊണ്ട് അതവസാനം പിടഞ്ഞ് വീഴുകയും മരിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ ഒരു ജീവിതവും പാപം നിറഞ്ഞ സാഹചര്യവുമൊക്കെ ഇപ്രകാരമാണ്. അതായത് നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ നമുക്ക് ആ ഒരു സ്വാദ് അനുഭവപ്പെടും. ഈ ഒരു സ്വാദ് കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ആസ്വാദനത്തിൽ വീണുകൊണ്ട്
പതിയെ പതിയെ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് വരും. അങ്ങനെ അവസാനം നമ്മുടെ തന്നെ ജീവിതം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തും. വചനത്തിൽ നാം കാണുന്നു, പാപം എപ്രകാരമാണ് മനുഷ്യനെ വലയം വയ്ക്കുന്നത്. ഇരതയിടുന്ന സിംഹത്തിനെ പോലെ പാപം ഒരു മനുഷ്യനെ വേട്ടയാടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി. പലപ്പോഴും നാം പറയാറുണ്ട്, പിശാചാണ് നമ്മളെ പ്രലോഭിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും അത് മറിച്ചാണ് സംഭവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ നമ്മളാണ് പിശാചിനെ ഒരു പക്ഷേ പ്രലോഭിപ്പിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നു നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടായിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പിശാച് ഒരു പക്ഷേ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കുടുംബത്തിൻ്റെ വേരിന് ഒരിളക്കം തട്ടിയാൽ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അതിൽ പെട്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഇന്നിവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്കറിയാം എത്രത്തോളം വലുതാണ് കുടുംബമെന്ന്, എത്രത്തോളം അതിൽ നിങ്ങളും പങ്ക് വഹിക്കുന്നുണ്ട് എന്ന്. ഇന്ന് കുടുംബജീവിതമൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടമാണ്. അതായത് എല്ലാവരും വിവാഹം ചെയ്യുന്നു, ആഘോഷമായിട്ടുള്ള രീതിയിൽ വിവാഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം സദ്യയും അതും ഇതും എല്ലാം ഒക്കെ നടക്കുന്നു. പക്ഷേ എത്ര നാളാണ് വിവാഹ ജീവിതം നീണ്ടു നിൽക്കുന്നത്? ഇന്ന് നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, വിവാഹം എന്ന കൂദാശ, ആ ഒരു വിവാഹ ദിവസം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരെയും ക്രിസ്തുവിൻ്റെ ജനത്തെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇരു കൈകളുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ഒത്തിരി വാഗ്ദാനം നമ്മളിങ്ങനെ ഏറ്റുപറയും. സന്തോഷത്തിലും സങ്കടത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെ തുടർന്നു പോകും. എന്നാൽ അത് ജീവിതത്തിലോട്ട് വരുമ്പോൾ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലോട്ട് വരുമ്പോൾ, കുടുംബത്തിലോട്ട് വരുമ്പോൾ എത്രത്തോളമാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ദൈവം തൻ്റെ തന്നെ ചുമതലകൾ നമ്മളോടൊത്ത് പങ്കുവയ്ക്കുകയാണ്. ആരുടെയും ജീവിതത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് സമാധാനമോ സന്തോഷമോ തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഓരോരുത്തരിലൂടെ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് വരുന്ന അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതായത് എൻ്റെ ജീവിതത്തിലൊരു നഷ്ടമുണ്ടാകുമ്പോൾ അയൽക്കാരും ബന്ധുക്കളും വന്ന് ആശ്വസിപ്പിക്കുമായിരിക്കും. പക്ഷേ ആ നഷ്ടം എൻ്റെ തന്നെ നഷ്ടം മാത്രമാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, ദാമ്പത്തിക ജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയ്ക്ക് സംഭവിക്കുന്ന ആ ഒരു നഷ്ടങ്ങൾ, അതെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നഷ്ടം മാത്രമാണ്. അത് നമ്മുടെ പഞ്ചായത്തുകാരോ നാട്ടുകാരോ ഒന്നും ഏറ്റെടുക്കത്തില്ല. അത് നിങ്ങളുടെ മാത്രം നഷ്ടമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഏറെക്കുറെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവായിരിക്കുക അല്ലെങ്കിൽ ഭാര്യയായിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആയിരിക്കുക. ദൈവം വിവാഹം എന്ന കൂദാശയിലൂടെ നിനക്കൊരു ഭർത്താവിനെ നൽകി, നിനക്കൊരു ഭാര്യയെ നൽകി, നിങ്ങളുടെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് മക്കളെ നൽകി. പരസ്പരം ദൈവത്തെ പോലെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ യോഗ്യതകളെ നോക്കിയല്ല ദൈവം ഒരാളെ ഏൽപ്പിച്ച് തരുന്നത്. അതവൻ്റെ കൃപയാലും കാരുണ്യത്താലും മാത്രമാണ്. അതായത് ദൈവം ഒരു വ്യക്തിയെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് തരുമ്പോൾ നമ്മളൊന്ന് പുറമേ ഇരുന്ന് ആലോചിച്ച് നോക്കണം.
എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് ദൈവം ഈ സ്ത്രീയെ മാത്രം എനിക്ക് നൽകിയത്? എത്രയോ പുരുഷന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു പുരുഷനെ മാത്രം എനിക്ക് ഭർത്താവായിട്ട് നൽകിയത്? ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാം ഈ ഒരു വ്യക്തിയെ നോക്കാനുള്ള, അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള, സ്നേഹിക്കുവാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു കൃപ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിലോട്ട് നൽകുന്നത്. നമ്മൾ 2 ദിവസം മുമ്പ് മിസ്റ്റർ പത്രോസിൻ്റെയും മിസ്റ്റർ പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിച്ചു. അപ്പോൾ പത്രോസിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്രകാരമാണ്: എന്തുകൊണ്ടായിരിക്കാം ദൈവം തിരുസഭയെ പത്രോസിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്? ഈശോ തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് പോകുമ്പോൾ തൻ്റെ സഭയുടെ ആ ഒരു അധികാരവും ആ ഒരു നടത്തിപ്പുമൊക്കെ പത്രോസിനെ ഏൽപ്പിക്കുന്നു. പത്രോസ് അതിന് കഴിവുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ പത്രോസ് അത്രമേൽ നല്ല വ്യക്തിയായിരുന്നു. ഈശോ പറയുന്നു, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ശരിക്കും പത്രോസ് പാറ പോലുള്ള വ്യക്തിയായിരുന്നു. ആ സുദൃഢമായ വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു തകർന്നു പോവാത്ത അത്രയും വിശ്വാസം പത്രോസിന് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എനിക്ക് അത്രമേല് കെൽപ്പുണ്ടായിട്ടാണോ ഈ ഒരു കുടുംബത്തിനെ എൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചത്? ഒരു ഭാര്യയായിട്ട് ഈ കുടുംബത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി എനിക്ക് കഴിയുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ദൈവം ഈ ഒരു കുടുംബത്തിനെ എൻ്റെ മേൽ ഏൽപ്പിച്ചത്? പത്രോസിനും തോന്നിയിട്ടുണ്ടാകണം, തമ്പുരാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സഭയുടെ ഈ ഒരു ചുമതല എനിക്ക് നൽകുന്നത്? നമുക്കറിയാം, വചനത്തില് ശിശുക്കൾ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ശിഷ്യന്മാർ തടയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും, വന്ന കുഞ്ഞുങ്ങളെ ആദ്യം പറഞ്ഞു വിട്ടത് പത്രോസായിരിക്കണം. കാരണം ഈശോയുടെ എല്ലാ കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് എടുത്തത് പത്രോസാണ്. ആദ്യമേ ഉത്തരം പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മുമ്പിട്ട് നിൽക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഈശോയോട് അടുപ്പിക്കാതെ പറഞ്ഞു വിടുന്ന ഒരു വ്യക്തിത്വം ഏറെക്കുറെ പത്രോസിലുണ്ടായിരിക്കണം. ഈശോ പറഞ്ഞ പ്രസംഗങ്ങളും തൻ്റെ ജീവിതമൊക്കെ അടുത്തറിഞ്ഞത് പത്രോസാണ്. പക്ഷെ എന്നിരുന്നാലും ഈശോ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമനാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവൻ എല്ലാം വെടിഞ്ഞുകൊണ്ട് അപരൻ്റെ ശുശ്രൂഷകനായി മാറണം, എളിയവനായിട്ട് മാറണം. പക്ഷെ പത്രോസ് എപ്പോഴും ഈ ഒരു യേശുവിൻ്റെ പ്രബോധനങ്ങളൊക്കെ മറന്നുകൊണ്ട്, അതൊക്കെ മാറ്റിവരച്ചുകൊണ്ട് എപ്പോഴും ഒന്നാമനാകുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ, ഗുരുവിൻ്റെ മൊഴികളൊക്കെ മറന്നുകൊണ്ട് പത്രോസ് പലപ്പോഴും ഒന്നാമനാകുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആകുമ്പോഴൊക്കെ പത്രോസ് അറിയാതെ ചെയ്യുന്നത് എന്താ? തൻ്റെ കൂടെയുള്ളവരുടെ ചവിട്ടി താഴ്ത്തുന്നു. അവരുടെ നെഞ്ചിന്മേൽ കാല് ചവിട്ടിക്കൊണ്ട് പത്രോസ് അവൻ്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവൻ തൻ്റെ കൂടെയുള്ളവരുടെ വായകൾ മൂടിക്കെട്ടുന്നു. അങ്ങനെയും ഒരു കുഴപ്പം ചിലപ്പോൾ പത്രോസിലുണ്ടാകാം. പിന്നെയും ക്രിസ്തു പഠിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കരണത്തെ അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക. പക്ഷെ എന്നിട്ടും എന്താ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? തൻ്റെ ഗുരുവിനെ തൊട്ടവനെ വെട്ടുവാനായിട്ട് പത്രോസ് വാളെടുക്കുന്നു, വെട്ടുകയും ചെയ്യുന്നു. അവസാനം തൻ്റെ ശരീരത്തിൻ്റെ ഒരിളം ചൂടിന് വേണ്ടി തൻ്റെ ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നിരുന്നിട്ട് പോലും തമ്പുരാൻ പത്രോസിന് വീണ്ടും അവസരം കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ചുമതല, തൻ്റെ തന്നെ സഭയുടെ ചുമതലയും പത്രോസിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പത്രോസുമായിട്ട് വഞ്ചിയിൽ പോകുമ്പോൾ കാറ്റും അതുപോലെ തന്നെ വമ്പൻ തിരമാലകളും വരുമ്പോൾ ഈശോ വഞ്ചിയുടെ അമരത്തായിട്ട് തലകണ വെച്ചുറങ്ങുന്നതായിട്ട് നാം വായിച്ചു കേൾക്കാറുണ്ട്. ശരിക്കും ഈശോ ആരുടെ ബോട്ടിൽ മേല ഈ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നത്? പത്രോസിൻ്റെ അല്ലേ? പത്രോസിൻ്റെ ആ ഒരു വഞ്ചിയിൽ മേലാണ്, അല്ലെങ്കിൽ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ബോട്ടിൽ മേലാണ് ഈശോ യാത്ര ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു കാറ്റും കോളും വന്നിട്ട് പോലും ഈശോ സുഖമായിട്ട് ഉറങ്ങുന്നു ഉണ്ടെങ്കിൽ അത് ആരോടുള്ള വിശ്വാസമാണ്? ഇപ്പോൾ ഞാനൊരു വഞ്ചിയിൽ കയറുന്നു. എനിക്ക് ആരോട് വിശ്വാസമുണ്ടായിട്ടാണ് ഞാൻ ആ വഞ്ചിയിൽ കയറുന്നത്? ആ വഞ്ചിയിലുള്ള ആളിൻ്റെ ആ ഒരു കെൽപ്പിൽ എനിക്ക് വിശ്വാസമുണ്ടായിട്ടോ അതുകൊണ്ടാണ്. ഈശോയും അപ്രകാരമാണ്. താൻ ആരോടൊപ്പം വന്ന് ഈശോയ്ക്ക് നിശ്ചയമുണ്ട്. അതായത് ഈശോയ്ക്ക് പത്രോസിനോട് ഒരു ആത്മവിശ്വാസമുണ്ട്, അവന് ഇത് ചെയ്യുവാൻ വേണ്ടി സാധിക്കുമെന്ന്. എന്നാൽ പത്രോസ് അവിടെയും ഇടറുന്നുണ്ട്. ആ കാറ്റും ആ കോളും ആ വലിയ തിരമാലകളും വരുമ്പോൾ പത്രോസ് വീണ്ടും ഇടറിപ്പോകുന്നുണ്ട്. അപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ നിങ്ങളോട് വയ്ക്കുന്ന ആത്മവിശ്വാസം, അതിന്മേൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും നന്നായിട്ട് സ്നേഹത്തില് അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് അവരോട് ക്ഷമിച്ചുകൊണ്ട് കുടുംബജീവിതത്തിനെ സമാധാനപൂർണമായ ഒരു ജീവിതമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളുടെ നല്ല തമ്പുരാന് അതിയായ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപയും കരുണയും സ്നേഹവും ഒക്കെ ആഴത്തിൽ ഒഴുകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ വാശിപ്പുറത്ത് ഇങ്ങനെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടി, ഒരവസരം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുകയില്ല. ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പിന്നീടുള്ള കാലം മുഴുവനും ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് അങ്ങനെ ചെയ്തു, വേറൊരു ദിവസം ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇതിൽ കൂടെ ഉണ്ടാകുന്ന ആ നഷ്ടങ്ങൾ എപ്പോഴും നമ്മുടേതാണ്. പലപ്പോഴും കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ മേൽ വയ്ക്കുന്ന ആ ഒരു വിശ്വാസത്തിന് പോലും നമ്മൾ മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പത്രോസിന്റെ മേൽ അത്രമേൽ ആത്മവിശ്വാസമുണ്ടായിരുന്ന ക്രിസ്തുനാഥൻ തൻ്റെ തന്നെ സഭയെ ഏൽപ്പിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാര്യമാരുടെയും മേലുള്ള ആത്മവിശ്വാസം മൂലം നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ ദൈവം നൽകി. കർത്താവിനറിയാം നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താക്കന്മാരെ ഏറ്റവും നന്നായിട്ട് അവരെ ഈ ജീവിതത്തിലൂടെ വഴി നടത്തുവാൻ സാധിക്കുമെന്ന്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ ഭാര്യമാരെ യേശുനാഥൻ ഏൽപ്പിച്ചു തരുമ്പോൾ യേശുവിന് കൃത്യമായിട്ട് അറിയാം ദൈവത്തെ പോലെ നിങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തന്നെ സ്വാർത്ഥത, നമ്മുടെ തന്നെ തെറ്റായ സൗഹൃദങ്ങൾ, നമ്മുടെ തന്നെ ആ ഒരു കാഠിന്യം നിറഞ്ഞ മനസ്സ് പലപ്പോഴും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ നഷ്ടം അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് കുടുംബമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെപ്പോഴും ഒരു തിരിച്ചറിവായിരിക്കണം. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈശോ ഞാൻ എന്ന വ്യക്തിയിൽ മേൽ വയ്ക്കുന്ന ആത്മവിശ്വാസത്തിന് ഞാൻ അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ? എനിക്ക് ഏൽപ്പിച്ചു തന്ന എൻ്റെ ഭർത്താവിനെ, എനിക്ക് ഏൽപ്പിച്ചു തന്ന എൻ്റെ ഭാര്യയെ, ഞങ്ങൾക്കായിട്ട് ഏൽപ്പിച്ചു തന്ന ഞങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം പിന്നെയും ഒത്തിരിയേറെ പ്രശ്നമായിട്ട് മാറുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു തെറ്റായ വിചാരമുണ്ട്. അതായത് നമ്മുടെ ഭാര്യ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ഭർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, മക്കള് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു തെറ്റായ ചിന്ത. വചനം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യ ജീവിതം എന്നത് രാവിലെ മുളയ്ക്കുന്ന പുല്ലിനും വൈകുന്നേരം വാടിപ്പോകുന്ന പൂവിനും സമാനമാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന്?
നമ്മൾ എത്രത്തോളം വിദ്യാഭ്യാസവും എത്രത്തോളം അറിവ് നേടിയാലും ഈ ഒരു കാര്യം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ കാലാകാലങ്ങളായിട്ട് അവസാനം വരെ ഇങ്ങനെ തന്നെ തുടർന്ന് ജീവിക്കുമെന്ന് ഉറപ്പില്ല. മരണമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ഓർമ്മയായിട്ട് മാറുന്നതിന് മുമ്പ് നല്ല ഓർമ്മകളൊക്കെ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു നഷ്ടങ്ങളുടെ ഒരു കഥ മാധവിക്കുട്ടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചു. ചെറിയ കഥയാണ്. പലപ്പോഴും ഞാൻ പല അവസരങ്ങളിലും ഈ കഥ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എനിക്കും തോന്നുന്നു നഷ്ടങ്ങളുടെ കണക്ക് വളരെ വലിയ രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ചെറിയ കഥയാണ് മാധവിക്കുട്ടിയുടേത്. ഒരു സാധാരണ കുടുംബത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഈ കഥാകൃത്ത് ഈ കഥ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ്. കഥ എങ്ങനെയാണ്? ഒരു സാധാരണ കുടുംബം, ഭാര്യയും ഭർത്താവും 2 കുഞ്ഞു മക്കളും. ഈ ഭാര്യ എപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കും. അടുക്കള, വീട്, വീട്, അടുക്കള. പലപ്പോഴും ഈ ഭാര്യയെ കാണുന്നത് അടുക്കളയിലാണ്. വേറൊരിടത്തും അന്വേഷിച്ചു പോകണ്ട. ഈ ഭാര്യയെ കാണുന്നത് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ. ഭർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഭാര്യ, മക്കൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കുന്ന അമ്മ. പലപ്പോഴും മക്കള് ഈ അമ്മയെ കളിയാക്കാറുണ്ട്. എന്താണ് അമ്മ ഈ ആടിനെ പോലെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞിരി നിൽക്കുന്നതെന്ന്. അതായത് അമ്മ എപ്പം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ. ഒരു കാര്യത്തിനും കുറവ് വരുത്താത്ത അമ്മ, ഒരു കാര്യത്തിനും കുറവ് വരുത്താത്ത ഭാര്യ. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലോട്ട് വരുന്നു. പതിവ് പോലെ ചായക്ക് വേണ്ടി തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുവാൻ വേണ്ടി ഭാര്യയെ വിളിക്കുന്നു. സാധാരണ അടുക്കളയിൽ നിന്ന് വരാറുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല. ഭർത്താവ് വീണ്ടും വിളിക്കുകയാണ്. ആ ഒരു അധികാരത്തിൽ, ഭർത്താവ് എന്ന അധികാരത്തിൽ വീണ്ടും വിളിക്കുകയാണ്. ഭാര്യയുടെ അനക്കമൊന്നുമില്ല. ഭർത്താവ് സാധനങ്ങളൊക്കെ വച്ചിട്ട് ഭാര്യയെ എപ്പോഴും കാണാറുള്ള അടുക്കളയിലോട്ട് തേടിപ്പോയി. ഇപ്പോൾ ആ മനുഷ്യന് കാണാൻ സാധിച്ചത് തറയിൽ വീണ് കിടക്കുന്ന ഭാര്യയാണ്. ഉടനെ ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ഭാര്യയെ വാരിപ്പുണരുകയാണ്. എന്നിട്ട് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഭാര്യ എഴുന്നേൽക്കുന്നില്ല. ഉടനെ ഈ മനുഷ്യൻ ഭാര്യയെ കയ്യിൽ താങ്ങി ആശുപത്രിയിലോട്ട് ഓടുന്നു. ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളത് പോലെ ഒരല്പം കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാര്യയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ആ ഒരു ഡയലോഗ് ഡോക്ടറിൽ നിന്ന് കേൾക്കുന്നു. ഭാര്യ അതിനോടകം മരിച്ചിരുന്നു. ചൂടുള്ള അവളുടെ ശരീരം അതിനോടകം തണുത്തിരുന്നു. മൃതസംസ്കാരമൊക്കെ കഴിഞ്ഞു. അന്നേ ദിവസം വൈകുന്നേരം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഹാരത്തിന് വേണ്ടി അപ്പനോടായിട്ട് ആവശ്യപ്പെടുമ്പോൾ അപ്പൻ ഇങ്ങനെ അടുക്കളയിലോട്ട് പോവുകയാണ്. പാത്രങ്ങളൊക്കെ കമഴ്ത്തി വച്ചിരിക്കുന്നു, മൂടി വച്ചിരിക്കുന്നു. ഈ അപ്പന്, ഈ ഭർത്താവ് അടുക്കളയിൽ ചെന്ന് ഓരോന്നായിട്ട് തുറന്നു നോക്കുന്നു. പതിവിലേക്കാളും ഏറെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭാര്യ അതിനോടകം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവസാനത്തെ പാത്രം തുറക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടമുള്ള, ഒത്തിരിയേറെ ആസ്വദിച്ച് കഴിക്കുന്ന കുറച്ച് നെയ്പായസവും ഉണ്ടായിരുന്നു. മക്കളതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് പറഞ്ഞു, ഇപ്രാവശ്യവും അമ്മയുണ്ടാക്കിയ നെയ്പായസത്തിന് എത്രയോ രുചിയെന്ന്. എന്നാൽ ഈ ഭർത്താവ്, കുഞ്ഞുങ്ങളുടെ അപ്പൻ തിരിച്ചറിയുന്നു, ഈ ഒരു ആഹാരത്തിൽ മരണത്തിൻ്റെയും മണം കൂടെ ഉണ്ടായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് നമ്മുടെ കൂടെയുള്ളവര് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വിവാഹത്തിലൂടെ എനിക്ക് കിട്ടിയ ഭർത്താവ്, വിവാഹത്തിലൂടെ എനിക്ക് കിട്ടിയ ഭാര്യ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ മക്കള് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. എന്നാൽ അത് അപ്രകാരം നടക്കില്ല
എന്നുള്ളത് ഒരു നഗ്ന സത്യമെന്ന് നമുക്ക് തീർച്ചയായിട്ട് അറിയാം. കൂടെയുള്ളവർ, ഇന്നെൻ്റെ കൂടെയുള്ളവർ എപ്പോഴും കൂടെ ആയിരിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അത് ആഗ്രഹമായിട്ട് മാത്രം തുടർന്നു പോകുന്ന ഒന്നാണ്. ഇന്നെൻ്റെ കൂടെയുള്ള എൻ്റെ ഭർത്താവ്, ഇന്നെൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ നാളെയും ഉണ്ടാകണമെന്ന് ഒരു തീർച്ചയില്ല. അതാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പോഴാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ എന്ന്. ഒരു വലിയ ജ്ഞാനം ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ തമ്പുരാനെ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു തിരിച്ചറിവിൻ്റെ കൂടെ പ്രാർത്ഥനയാണ്. എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ ഇത്രയാണ്, കൂടിപ്പോയാൽ 70 80 കൂടിപ്പോയാൽ അത്രയേ ഞാൻ ജീവിക്കത്തുള്ളൂ. ആ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും ദൈർഘ്യം എന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് എന്നെ പഠിപ്പിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. എന്നോടൊപ്പമുള്ളവർ നാളെയും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നത് എൻ്റെ ആഗ്രഹമായിട്ട് മാത്രം മാറുകയാണ്. അതുകൊണ്ട് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടി, നല്ല നന്മയുടെ നാളുകൾ കൂടെയുള്ളവർക്ക് കനിഞ്ഞു നൽകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഏറി വരുന്ന ഒരു കാലത്താണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വേർപിരിയുന്ന സമൂഹത്തിലാണ്. നമ്മുടെയൊക്കെ മക്കളെ വിവാഹം കഴിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച് നമ്മൾ വിടുമ്പോൾ പലരും അറിയാതെ പോകുന്ന ഒരു സത്യം, എത്രത്തോളം ആ ഒരു കുടുംബജീവിതം ജീവിക്കുന്നുണ്ടെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ആ ആത്മവിശ്വാസത്തിന് തികഞ്ഞ ബോധ്യത്തോടുകൂടെ നമ്മളും പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ വിളി എന്നത് ദൈവത്തെ പോലെ ആവുക എന്നുള്ളതാണ്. ദൈവം എത്രത്തോളം സ്നേഹം ഈ മനുഷ്യന്, ഈ വ്യക്തിക്ക് കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതുപോലുള്ള സ്നേഹവും അതുപോലുള്ള കരുണയും അതുപോലുള്ള അവസരങ്ങളും കൊടുക്കുവാൻ വേണ്ടി ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ നിങ്ങളൊക്കെ കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. അത്രമേൽ ആത്മവിശ്വാസം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരല്പം കൂടെ നന്നായിട്ട് ജീവിക്കുവാൻ വേണ്ടി സാധിക്കും. ഒരു തെറ്റിദ്ധാരണ മൂലം തകർന്നു പോകേണ്ടതല്ല നിങ്ങളുടെ കുടുംബജീവിതം. ഒരു ബലഹീനതയുടെ പേരിൽ ഇല്ലാതാകേണ്ടതല്ല നിങ്ങളുടെ കുടുംബജീവിതം. ഒരു കുറവിന്റെ പേരിൽ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടതല്ല നിങ്ങളുടെ കുടുംബജീവിതം. കുടുംബം എന്നത് ഭൂമിയിലെ സ്വർഗമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ കുടുംബവും സ്വർഗമായി തീരേണ്ടിയിരിക്കുന്നു. അതാണ് കുടുംബജീവിതത്തിൻ്റെ വിളി തന്നെ. ഇതിപ്രകാരം ആയിത്തീരണമെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെയോ ദൈവത്തെ പോലെ ദൈവമായി മാറേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന വ്യക്തികളെ ദൈവത്തെ പോലെ എപ്പോഴാണ് നിങ്ങൾ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ആ നിമിഷം മുതൽ നിങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗത്തിന് തുല്യമായിട്ട് മാറുകയാണ്. അന്നു മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചറിയും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ അനുഗ്രഹവും എത്രത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒഴുകി എത്തുന്നതായിട്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം പ്രകാരം ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിങ്ങനെ കല്ലുപോലെ ആ നദിയിൽ പിറക്കിയിടുമ്പോൾ എപ്രകാരമാണ് പിന്നെ ആ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിയെത്തുക? അത് അവിടെയും ഇവിടെയും തട്ടി അങ്ങുമിങ്ങുമൊക്കെ പോയി നമ്മുടെ ജീവിതത്തിൽ എത്താതെ പോകത്തില്ലേ? അതിൻ്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. എത്രത്തോളം ഞാൻ എൻ്റെ കുടുംബത്തിന് ഒരു ഭർത്താവ് എന്ന രീതിയിൽ ദൈവത്തെ പോലെ ആയിത്തീരുന്നു, ഭാര്യ എന്ന രീതിയിൽ ദൈവത്തെ പോലെ ആയിത്തീരുന്നു? നമുക്കൊക്കെ അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും
പരപ്പുകളുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്. പലപ്പോഴും നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമില്ലാതെ പോകുന്നത്. പലപ്പോഴും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തെറ്റിദ്ധാരണയും കുറവുകളുമൊക്കെ നമ്മുടെ സ്നേഹത്തിനും മുകളിലാകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമില്ലാതെ പോകുന്നത്. എപ്പോഴാണോ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുറവുകളും തെറ്റിദ്ധാരണകളും നമ്മുടെ സ്നേഹത്തിന് താഴെയാകുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ ഒരു അമ്മച്ചി സംസാരിക്കാനായിട്ട് വന്നു. തൻ്റെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട്. സമൂഹത്തിൽ നോക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു അമ്മച്ചിയാണ്. മക്കളൊക്കെ നല്ല നിലയിലാണ്, ഭർത്താവും നല്ല മനുഷ്യനാണ്. ഈ അമ്മച്ചിയുമൊക്കെ എപ്പോഴും സന്തോഷം, മുഖത്ത് എപ്പോഴും ആ ഒരു സന്തോഷം കാണും. എന്നാൽ ആ അമ്മച്ചിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഇത്രയേറെ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ അമ്മ കഴിഞ്ഞു പോകുന്നല്ലോ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയത്. അതായത് വർഷങ്ങളോളം ഈ പറയുന്ന അമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യ വർഷങ്ങളോളമായിട്ട് ഭർത്താവിനോട് സംസാരിച്ചിട്ട് പുറമെ അവരൊക്കെ അഭിനയിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളും സമൂഹത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതം നടക്കുന്നത് ആ ഒരു ഭവനത്തിൻ്റെ ഉള്ളിലാണ്. ഭവനത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? നിശബ്ദത മാത്രമാണ്. ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സന്തോഷത്തിൻ്റെ ചലനങ്ങളൊന്നും തന്നെയില്ല. എന്താണ് സംഭവിക്കുന്നത്? അവരൊക്കെ പരസ്പരം ഒത്തിരിയേറെ അകന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ സംസാരിക്കുന്നത്, ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഈ അമ്മച്ചിയും ഭർത്താവും കൂടെ സംസാരിക്കുന്നത് സ്റ്റിക്കറിൻ്റെ രൂപത്തിലാണ്. അതായത് ഇങ്ങനെ കുറച്ച് എഴുതി വെച്ചിട്ട് ഒട്ടിച്ചു വയ്ക്കും. ഭക്ഷണം റെഡിയായി ചെന്ത് ഒട്ടിച്ചു വയ്ക്കും. ഇങ്ങനെ ഭക്ഷണം റെഡിയായിട്ടുണ്ട്. ഭർത്താവ് നോക്കുന്നു, വന്ന് ഭക്ഷണം കഴിക്കുന്നു. നമ്മളിൽ പലരും നമ്മുടെയും ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘത്തോടൊപ്പം ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. നമുക്കെല്ലാവർക്കും കഴിയുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.
വിശുദ്ധ ജനമാക്കിടുന്ന എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടുന്ന എന്റെ ദൈവത്താ നിശ്ചയമനോഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ നിശ്ചയമനോഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ നിശ്ചയമനോഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു യേശുവേ നന്ദി കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന മഹത്വം കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം കർത്താവേ സ്തോത്രം ദൈവമേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം കർത്താവേ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ നന്ദി. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലായിരിക്കാം. എല്ലാവരും ഇരിക്കുക. 2-3 ചിന്തകൾ കൂടെ നമ്മുടെ കുടുംബങ്ങളെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്കിവിടെ തന്നെ ആയിരിക്കാം. നമ്മൾ ഇത്ര നേരവും നാം മനസ്സിലാക്കിയത് എന്നോടുള്ള ആത്മവിശ്വാസം കൊണ്ട് ദൈവം തമ്പുരാൻ എനിക്ക് വ്യക്തികളെ അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിനെ മക്കളെ ഏൽപ്പിച്ചു തന്നു. അതിനോട് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഞാൻ ദൈവത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ഭാഗത്തിൽ ഒരല്പം കൂടെ നന്നായിട്ട് ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുടുംബജീവിതം ഒത്തിരിയേറെ അനുഗ്രഹം നിറഞ്ഞതായിട്ട് മാറുന്നു. ഇപ്പോൾ ദൈവം നമ്മോട് കാണുന്ന നമുക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസത്തിൽ ഉത്തരം നൽകുവാൻ വേണ്ടി നമുക്കും സാധിക്കും എന്നുള്ള തിരിച്ചറിവിലോട്ട് നമ്മൾ വളരണം എന്നുള്ളതാണ് ഈ ഒരു ചിന്ത കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിനായകൻ നിർമ്മൽ എന്ന ഒരു യുവ എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഒരു ചെറിയ ആർട്ടിക്കിളിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു വെക്കുന്നു. ചെറിയ കാര്യം, ഒരു ചെറിയ സംഭവം, കുടുംബത്തിനെ കുറിച്ച്. സന്തോഷമുള്ള ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടെയാണ്, പരസ്പര ധാരണയോടുകൂടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഒത്തിരിയേറെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവത്തിനെ പോലെ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒത്തിരിയേറെ മാതൃക നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സന്തോഷത്തോടുകൂടി കാണപ്പെടുന്ന ഒരു കുടുംബം. ഒരു ദിവസം പതിവ് പോലെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു ചെറിയ സംഭവം, ഒരു പ്രശ്നമുണ്ടായി. അന്ന് പതിവിന് വിപരീതമായിട്ട് ഭാര്യയ്ക്ക് ഒന്ന് ക്ഷമിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞ അന്നേ ദിവസം വരെ സന്തോഷത്തോടു കൂടിയായിരുന്ന ഈ കുടുംബത്തില് ഒരു ചെറിയ ഒരു പ്രശ്നം. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് ഭാര്യയ്ക്ക് അന്ന് എന്തോ ഭർത്താവിനോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ ആ സന്തോഷത്തിൻ്റെ ചലനത്തിന് വേഗത കുറഞ്ഞു. അന്നേ വരെ എന്ത് പ്രശ്നമുണ്ടായാലും എന്തൊക്കെ തെറ്റിദ്ധാരണ വന്നാലും ഒരുമിച്ച് അതിനെ നേരിട്ട് അതിന് പരിഹാരം കണ്ടെത്തി ഒരുമിച്ച് ആയിരുന്ന ആ ഒരു ഭാര്യയും ഭർത്താവും അന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിടന്നുറങ്ങി. ഭാര്യ ഒരു വശത്ത്, ഭർത്താവ് ഏറെ മാറി വേറൊരു റൂമിൽ. സാധാരണ നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും നിങ്ങളുടെ ചിന്ത?
അതുവരെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഒന്ന് തിരിച്ചു വന്ന് ഒന്ന് പരിഹാരം കണ്ടെത്തിയിട്ട് പഴയ സ്നേഹത്തിലാകാൻ നമുക്കൊരു പ്രയാസമുണ്ടാകും. ആരാദ്യം വരും, അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും ആരാദ്യം വരുമെന്ന് ചിന്തിച്ച് ഉറങ്ങിപ്പോയി, വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് ഉറങ്ങി. രാവിലെയായി, പ്രഭാതമായി, സാധാരണ പോലെ പ്രശ്നങ്ങളൊക്കെ, ഭാര്യ അതൊക്കെ മറന്നു. ഭർത്താവല്ലേ, സ്നേഹമല്ലേ എന്ന് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല, ഭർത്താവിന് വേണ്ടി സ്വാദുള്ള ഒരു ചായയൊക്കെ ഇട്ട് ഭർത്താവ് ഉറങ്ങിയ റൂമിൽ ചെന്ന് മുട്ടി വിളിക്കുന്നു. വിളി കേൾക്കുന്നുണ്ട്, ഭർത്താവില്ല. ഭാര്യ വിചാരിച്ചു കാണും, ഓ ഇന്ന് കുറച്ചുകൂടെ സമാധാനത്തിൽ ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടാവണമെന്ന് വിചാരിച്ച് ശക്തമായിട്ട് മുട്ടുകയാണ്. വിളി കേൾക്കുന്നുണ്ടോ? വിളി കേൾക്കുന്നില്ല. ഭാര്യയ്ക്ക് ആദിയായി, ഭാര്യയ്ക്ക് ടെൻഷൻ കൂടി വന്നു. ചായയൊക്കെ മേശപ്പുറത്ത് വച്ചിട്ട് ഡോറിന്മേല് തള്ളി തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, പറ്റുന്നില്ല. പുറത്തുപോയി സഹോദരന്മാരെ വിളിച്ചു വന്ന് തള്ളി തുറക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു. തള്ളി തുറന്നു. എന്താ കാണുന്നേ? എന്തു സംഭവിച്ചു? ഭർത്താവ് അതിനോടകം മരിച്ചു. ഇതൊരു ചെറിയ കഥാരൂപത്തിൽ ഈ കഥാകൃത്ത് അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ വിനായക് നിർമ്മക് തൻ്റെ ആർട്ടിക്കിളിൽ എഴുതി വയ്ക്കുകയാണ്. ഇത്രേ എഴുതിയിട്ടുള്ളൂ. അതായത് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം പെട്ടെന്നൊരു ദിവസം ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. അങ്ങനെയൊക്കെ പോയി കണ്ടതെന്താ? ഭർത്താവ് മരിച്ച് കിടക്കുന്നു. ഒരു നിമിഷത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ വില കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവളുടെ ജീവിതമായിരിക്കണം. അതുകൊണ്ട് ആ ഒരു നിമിഷത്തിൽ, കൂടെ നിൽക്കേണ്ട നിമിഷത്തിൽ കൂടെ നിൽക്കാതെ പോകുമ്പോൾ, ഒന്ന് മനസ്സിലാക്കേണ്ട നിമിഷത്തിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ, ചേർത്ത് പിടിക്കേണ്ട നിമിഷത്തിൽ ചേർത്ത് പിടിക്കാതെ പോകുമ്പോൾ നാം കൊടുക്കേണ്ടി വരുന്ന ആ വലിയ വില എന്നത് നമ്മുടെ ഒപ്പമുള്ളവരുടെ ജീവന്റെ വിലയായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബജീവിതം ഒരല്പം കൂടെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ ആര് വിചാരിക്കണം? അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഭാര്യ താഴ്ന്നു കൊടുക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ ഭർത്താവ് താഴ്ന്നു കൊടുക്കുന്നു എന്നല്ല, മറിച്ച് ഒരല്പം കൂടെ സ്നേഹത്തിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരണം. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ കൂടി വരുന്നത്? അതായത് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ നഷ്ടം എൻ്റേത് മാത്രമെന്ന്, എൻ്റെ ഭർത്താവിൻ്റേത്, എൻ്റെ ഭാര്യയുടേത്, അത് ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെതാണ് നഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. രണ്ടാമതായിട്ട് ഈ കൂടെയുള്ളവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു തെറ്റിദ്ധാരണയും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് അവസാനം ആകാതെ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് എത്രത്തോളം പ്രതികരിക്കുന്നു, അവൻ എൻ്റെ ജീവിതത്തിൽ വയ്ക്കുന്ന ആത്മവിശ്വാസത്തിന്, അവൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തികളുടെ മേലെ ഞാൻ എത്രത്തോളം സ്വാധീനം ഉളവാക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സാവൂള് സഭയെ പീഡിപ്പിച്ചപ്പോൾ, സഭയിലെ അംഗങ്ങളെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന്. ചിലപ്പോൾ ചില ഭാര്യമാരോട്, ചില ഭർത്താക്കന്മാരോട്, ചില മക്കളോട് ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കണം, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അറിഞ്ഞോ അറിയാതെയോ ഭാര്യയെ വേദനിപ്പിക്കുമ്പോൾ, ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോൾ, മക്കള് മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുമ്പോൾ ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കണം, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് ക്രിസ്തുവിനാണ്.
എൻ്റെ ഭാര്യയിലും ക്രിസ്തുവുണ്ട്, എൻ്റെ ഭർത്താവിലും ക്രിസ്തുവുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാരിലും ക്രിസ്തുവുണ്ട് എന്ന തിരിച്ചറിവ് സ്വർഗതുല്യമായ ഒരു കുടുംബത്തിന് അടിത്തറ പാകുന്നു എന്നുള്ള സത്യം ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയണം. ആ ഒരു ചോദ്യത്തിന് ശേഷം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പിന്നീടുള്ള ജീവിതമെല്ലാം തൻ്റെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് പോലെ ഈ ഒരു തിരിച്ചറിവിൽ വരുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതമെങ്കിലും ഏൽപ്പിച്ചു തന്ന വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കണം. തമ്പുരാൻ ആത്മവിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചു തന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എപ്പോഴാണ് ജീവിതം ആരംഭിക്കുവാൻ പോകുന്നത്? അന്നേ വരെ ശരിയെന്ന് കരുതിയിരുന്ന ആ രീതികളിൽ നിന്ന് പൗലോസ് വിടുകയാണ്. പിന്നീട് തമ്പുരാന് വേണ്ടി ജീവിക്കുന്നു. അധികാരവും അസൂയയും അഹങ്കാരവും കുടുംബത്തിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നേ വരെ ചെയ്തത് ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ തലത്തിൽ നിന്ന് ഒരു വീഴ്ച നമുക്കെല്ലാവർക്കും, ഒരു തിരിച്ചുവരവ് നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. ഇനിയെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി കുറച്ചുകൂടെ ക്ഷമിച്ചുകൊണ്ട്, കുറച്ചുകൂടെ അവൾ മനസ്സിലാക്കിക്കൊണ്ട്, കുറച്ചുകൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ആ ഒരു വലിയ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥന മാത്രം പോരാ, അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരല്പം കൂടെ സമാധാനത്തിൽ ജീവിക്കുവാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒരല്പം കൂടെ സന്തോഷത്തിൽ ജീവിക്കുവാൻ പറ്റും. കർത്താവ് അനുവദിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ അതിന് പ്രയത്നിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ പരസ്പരം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും. തമ്പുരാന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നിങ്ങളിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കണ്ട, നിങ്ങൾ ആരുടെയും മുമ്പിൽ നിങ്ങൾ തന്നെ കുറച്ച് കാണിക്കണ്ട. ഇത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ സമാധാനവും സന്തോഷവും നമുക്ക് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി സാധിക്കും. ദൈവമക്കളായ നമുക്ക് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ, അല്ലെങ്കിൽ കുടുംബജീവിതം തന്നെ ഒരു സ്വർഗതുല്യമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കൃപയ്ക്കായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വട്ടം കൂടെ ചില ചെറിയ സൂചനകൾ, ചില ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവർ എപ്പോഴും കൂടെ ആയിരിക്കണമെന്ന് അത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. ദൈവം അതിനെപ്പോഴും അനുവദിക്കുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഈ ഒരു വചനം, ഈ ഒരു സന്ദേശം ശ്രവിക്കുവാൻ വേണ്ടി നമ്മെ അനുവദിച്ച പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇരുകരങ്ങളും ചേർത്ത് പിടിക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവെ അങ്ങ് നൽകിയ ഈ ഒരു മഹത്തായ ദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രചോദനത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടി, സമാധാനത്തിന് വേണ്ടി, കുടുംബങ്ങളെ സ്വർഗതുല്യമാക്കുവാൻ വേണ്ടി കൂടുതലായിട്ട് പ്രയത്നിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.